വിജയകുമാർ പറയുകയാണ്, രക്ഷകന്മാർ ഇപ്പോൾ ഒരുപാട് അവതരിക്കുന്നുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക്. ഡോക്ടർ ഇക്ബാൽ, ഇനിയിപ്പോ കതിർ മണ്ഡപത്തിൽ വച്ച് മരുമകനാകാൻ പോകുന്ന പയ്യൻ താലി കെട്ടുമ്പോൾ എന്റെ സ്ഥാനത്ത് ഈ പറയുന്നവരൊക്കെ നിന്നാൽ മതിയായിരിക്കും. എന്റെ ശ്രീമതിക്ക് എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അവർ നിൽക്കേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്റെ മോളുടെ വിവാഹം നടക്കാൻ വേണ്ടി നിങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ് അവരൊക്കെ. അല്ല, നേരത്തെ ഒരുത്തൻ ബന്ധം കൊണ്ടുവന്നിരുന്നല്ലോ, പ്രസാദ്, അതെന്തായി? ദിയ പറയുകയാണ്, അന്ന് വന്ന കോന്തനെ പോലെയുള്ള ആളല്ല ലാലേട്ടൻ, വ്യക്തിത്വമുള്ള ആളാണ്. ദീപയോട് വിജയകുമാർ ചോദിക്കുകയാണ്, എടി മോളെ, നീയുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചെന്നാണ് ആ പയ്യൻ എന്നോട് പറഞ്ഞത്. അതായത് പെണ്ണ് കാണാൻ വന്നതിന് ശേഷം പെണ്ണും ചെറുക്കനും തമ്മിൽ സംസാരിച്ചതിന് ശേഷമാണ് നിനക്കവനോട് താല്പര്യം തോന്നിയെന്നാണ് എന്നോട് പറഞ്ഞത്. ഇനിയിപ്പോ അവനും എന്തെങ്കിലും പോരായ്മ ഉണ്ടോ മോളെ? അതേസമയം ഒന്ന് പതറുകയാണ് ദീപ. വീണ്ടും വിജയകുമാർ പറയുകയാണ്, അല്ല, എന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവരാണ് ഒരു അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറാവുന്നത്. സഹതാപം തോന്നി ചില പെൺകുട്ടികൾ അവരെ കല്യാണം കഴിക്കാനും തയ്യാറാകും. അങ്ങനെ എന്തെങ്കിലും ഇവിടെയും സംഭവിച്ചിട്ടുണ്ടോ? ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്. എന്റെ മോളുടെ ഭാഗത്തെ ന്യായങ്ങൾ കേട്ട് ചങ്കുറപ്പോടെ വന്ന ആ പയ്യന്റെ മനസ്സിന്റെ നന്മ കാണുകയല്ല മോളുടെ അച്ഛൻ ചെയ്യുന്നത്. പകരം വക്കീലിന്റെ ബുദ്ധിയോടെ അവിടെയും എന്തെങ്കിലും ഒക്കെ പോരായ്മകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. എടി, ഏത് ഡോക്ടർ ഇക്ബാൽ വിചാരിച്ചാലും നിന്റെ മോൾക്ക് ഇപ്പോഴുണ്ടായ അത്യാഹിതം അറിഞ്ഞ് ഒരു പയ്യൻ പെട്ടെന്നൊന്നും ഇവളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പയ്യനോ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിനോ എന്തെങ്കിലും പോരായ്മ കാണുമെന്ന്. ഏതായാലും സദാനന്ദനും മോനും ഇനിയിപ്പോ അന്വേഷിച്ചിറങ്ങും ഈ പയ്യനെ പറ്റിയൊക്കെ. അതോടെ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അവര് നമ്മളെ അറിയിക്കും. എടി, നിന്റെ അമ്മയുടെ ജോലി കളഞ്ഞവർക്കേ ഈ കല്യാണം മുടക്കാനായിട്ട് വലിയ പ്രയാസമൊന്നും ഇല്ല. ദിയ ചോദിക്കുകയാണ്, അച്ഛൻ ഈ കല്യാണം മുടങ്ങിയാലേ തൃപ്തി കിട്ടൂ അല്ലേ? നിന്റെ ചേച്ചിയുടെ ദേഹത്ത് കറ പുരണ്ടതുപോലെ ഇത്രയും പെട്ടെന്ന് ഇവൾ മറ്റൊരു കുടുംബത്തിലേക്ക് പോകണം എന്നാണ് എന്റെ ആഗ്രഹം. ഇവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ അതിന് കുറച്ച് പ്രയാസമാണ്. എന്ന് വെച്ചാൽ കടമ്പകൾ ഒരുപാടുണ്ടെന്നർത്ഥം. പിന്നെ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. നേരെ പോയി നിന്റെ അമ്മ സദാനന്ദന്റെ കാല് പിടിച്ച് മാപ്പ് പറയുക. ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അവനെ പോലെ പച്ചമാംസം തിന്ന് രുചി പിടിച്ച മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു നായയുടെ കാല് പിടിക്കുന്നത് അതിനേക്കാൾ നല്ലത് ഞാൻ തല തല്ലി ചാവുന്നതാണ്. എടി, നിന്റെ ഈ തിളപ്പും സംസാരവും അതിന് വിട്ടുള്ള പ്രവൃത്തികളുമൊക്കെ തെറ്റായിപ്പോയിന്ന് നീ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരും കേട്ടോ. അതായത് നീ നിനക്ക് തന്നെ ബാധ്യതയാകുന്ന ഒരു സമയം. അന്ന് നിന്നെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന നിന്റെ ഈ മക്കൾ പോലും തുറന്നു സമ്മതിക്കും അവരുടെ അമ്മ ഒരു വലിയ തെറ്റായിരുന്നെന്ന്. കുറിച്ചു വച്ചോടി നിന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവുകയാണ് വിജയകുമാർ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ജയിക്കാൻ വേണ്ടി വളവളാന്ന് സംസാരിച്ചിട്ട് പോവുകയാണ്. മോള് ജയലാലിനെ വിളിക്കണം. അയാൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. മോളുടെ കല്യാണം നടക്കേണ്ടത് ഇപ്പോൾ എന്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് സദാനന്ദനെയും അവന്റെ മോനെയും പോലുള്ളവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ ഈ ബന്ധം നടന്നേ പറ്റൂ. ഭാഗ്യലക്ഷ്മി പോയ ശേഷം ദിയ ദീപയോട് ചോദിക്കുകയാണ്, അച്ഛൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അന്ന് പെണ്ണ് കാണാൻ വന്നതിന് ശേഷം ചേച്ചിയുമായിട്ട് ജയലാലേട്ടൻ സംസാരിച്ചതിന് ശേഷമാണ് ചേച്ചിക്ക് അയാളോട് ഇഷ്ടം തോന്നിയതെന്ന്. അത് സത്യമാണോ? അന്ന് ജയലാലേട്ടൻ അച്ഛൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ചേച്ചിയോട്? ഒന്ന് പരിഭ്രമിച്ച് ദീപ പറയുകയാണ്, ഏയ്, ഒന്നും പറഞ്ഞില്ല. ലാലേട്ടന്റെ സംസാരം എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷെ ദീപയെ സംശയിക്കുകയാണ് ദിയ. പിന്നീട് കാണിക്കുന്നത് ജഗനോട് സംസാരിക്കുന്ന ദിയയാണ്. ദിയ പറയുകയാണ്, എന്റെ വീട്ടിലൊരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ പെട്ടെന്നോടി ചേട്ടന്റെ അടുത്തോട്ട് മാത്രം വരുന്നോന്ന് കരുതരുത്. വേറെ ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ടാ ഇങ്ങനെ. ഞാൻ എന്താടോ എന്നെ അന്യനായിട്ട് കാണുന്നത്? എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്നോട് പറയാം. എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ സഹായം ചെയ്തിരിക്കും. ഇപ്പോൾ എന്താ പ്രശ്നം? ദിയ പറയുകയാണ്, ചേട്ടൻ അറിയാമല്ലോ, എന്റെ ചേച്ചിയുടെ ദുരന്തമൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ലാലേട്ടനെ പോലുള്ള ഒരാൾ ചേച്ചിയെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. എന്നാൽ ഇപ്പോൾ അത് മുളയിലെ നുള്ളാൻ ശ്രമിക്കുകയാണ് ചിലർ. ഇപ്പോൾ എന്താ സംഭവം? ലാലേട്ടനും ചേച്ചിയും ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ തടഞ്ഞു നിർത്തി മോശമായിട്ട് സംസാരിച്ചു ആ സദാനന്ദന്റെ മോൻ. ദേഷ്യപ്പെട്ട് ജഗൻ പറയുകയാണ്, അവന് കൊണ്ടതൊന്നും മതിയായില്ല അല്ലേ? അത് മാത്രമല്ല ചേട്ടാ, ഞാൻ വേറൊരുത്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ചേച്ചിക്കൊപ്പം പഠിക്കുന്ന ഒരു രചനയെ പറ്റി. അവളും ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. കല്യാണം മുടക്കുമെന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. അവൾ അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ട് ദിയ. ഐസിയുവിന്റെ അകത്ത് കയറിയാണ് അവളുടെ അച്ഛന്റെ ഹൃദയം നിന്നുപോകുന്ന രീതിയിൽ നിങ്ങളുടെ അമ്മ സംസാരിച്ചത്.
അതാണല്ലോ അങ്ങേര് മരിക്കാനുള്ള കാരണം. അതിന്റെ വൈരാഗ്യം അവളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാകണം. ആയിക്കോട്ടെ, അതിനു മുമ്പ് നടന്നതൊക്കെ പണത്തിന് വേണ്ടിയല്ലേ? അതിനു വേണ്ടിയല്ലേ എന്റെ ചേച്ചിയെ അവൾ ട്രാപ്പിലാക്കിയത്? ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവർ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ. എന്നിട്ടാണ് ഇങ്ങനെ ഒരു ചതി അവൾ എന്റെ ചേച്ചിയോട് ചെയ്തത്. ജഗൻ പറയുകയാണ്, അവൾ ഒരു പെൺകുട്ടിയായതുകൊണ്ടും അവളുടെ അച്ഛൻ മരിച്ചതുകൊണ്ടും അവൾക്കെതിരെ നീങ്ങുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ പരോളിലിറങ്ങി ഭീഷണിയുമായിട്ട് നടക്കുന്നവനെ കൈകാര്യം ചെയ്തേ പറ്റൂ. മേല് നോവിക്കാതെ താക്കീത് ചെയ്ത് വിടാം. എന്നിട്ടും അടങ്ങുന്നില്ലെങ്കിൽ അവന്റെ അച്ഛന്റെ മുന്നിലിട്ട് തല്ലി ശരിപ്പെടുത്താം. എനിക്കും എന്റെ അമ്മയ്ക്കും എന്റെ ചേച്ചിയുടെ വിവാഹം നടക്കണം. ഇതുപോലൊരു നല്ല ബന്ധം എന്റെ ചേച്ചിക്ക് ഇനി കിട്ടില്ല. അത് ഞാനും സമ്മതിക്കുന്നു. പ്രതിസന്ധിയിൽ വീണുകിട്ടിയ ഭാഗ്യമാണ് ജയലാൽ എന്ന ചെറുപ്പക്കാരൻ. ഈ കല്യാണം നടത്താൻ പുറത്തുനിന്ന് എന്തൊക്കെ സഹായം ചെയ്യാമോ അത് ഞാൻ ചെയ്തിരിക്കും. പോകാനായി ജഗൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ചേട്ടാന്ന് വിളിക്കുകയാണ് ദിയ. ജഗൻ ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും ഉണ്ടോ? ചേട്ടൻ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഓരോരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ചേട്ടന്റെ അടുക്കൽ വന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. തിരിച്ചെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. തിരിച്ച് സഹായം എന്തെങ്കിലും ഞാൻ ആവശ്യപ്പെട്ടോ? ഇങ്ങനെ സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടമല്ലാത്തത്. താൻ എന്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാനത് ചെയ്തു തരും. അതിന് തിരിച്ച് സ്നേഹം മാത്രം മതി. വഴിയിൽ വെച്ച് കാണുമ്പോൾ ഗുണ്ടയാണെന്ന് പറഞ്ഞ് മുഖം തിരിച്ചു പോകാതിരുന്നാൽ മതി. കോട്ടയെന്ന് പറഞ്ഞു പോവുകയാണ് ജഗൻ. പിന്നീട് ജീപ്പിൽ പോകുന്ന കാർത്തിയുടെ വണ്ടിക്ക് കുറുക്ക് വയ്ക്കുകയാണ് ജഗനും ബിനുവും. വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങിയ ബിനു സീറ്റിൽ നിന്നും കാർത്തിയെ ഇങ്ങോട്ട് ഇറങ്ങി വാടാന്നും പറഞ്ഞ് പുറത്തേക്ക് പിടിച്ചിറക്കുകയാണ്. കത്തന് പിടിച്ച് ജഗന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന കാർത്തിയെ നിർത്തിയ ശേഷം ബിനു ചോദിക്കുകയാണ്, എന്താടാ, മര്യാദയ്ക്ക് ജീവിക്കുന്ന പെൺപിള്ളേരെ നീ നടക്കാൻ സമ്മതിക്കില്ലേ? അന്നേരം ബിനുവിന്റെ കൈ തട്ടി മാറ്റുകയാണ് കാർത്തി. ബിനു പറയുകയാണ്, അണ്ണ മുട്ടുമടക്കി ഇവന്റെ പള്ളയ്ക്കൊന്ന് കേട്ടട്ടെ. നീ ഒന്ന് മാറ് എന്ന് പറഞ്ഞ് ബിനുവിനെ പിടിച്ചു മാറ്റി ജഗൻ കാർത്തിയുടെ ഷർട്ടിന് കുത്തി പിടിക്കുകയാണ്. എന്നിട്ട് കാർത്തിയുടെ ജീപ്പിൽ ചേർന്ന് നിർത്തുകയാണ്. എന്താടാന്ന് ജഗൻ ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ്, എന്നെ ഒന്നും ചെയ്യരുത്. എന്താടാ നിന്റെ പ്രശ്നം? പാവപ്പെട്ട ഒരു പെൺകൊച്ചിനെ വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നീയൊക്കെ കൂടി ഒതുക്കി. എന്നിട്ട് ആ കൊച്ചിനൊരു ജീവിതം കിട്ടാൻ പോകുമ്പോൾ അവിടെ നീ വിലങ്ങുതടിയായിട്ട് നിൽക്കുകയാണല്ലേ? ആ ബന്ധവും നീ അറുത്തുമാറ്റാൻ നോക്കുകയാണ് അല്ലേ? കാർത്തി പറയുകയാണ്, ഞാനൊന്നും ചെയ്തില്ല. ദേഷ്യപ്പെട്ട് ജഗൻ ചോദിക്കുകയാണ്, പിന്നെ? വഴിയിൽ കാർ തടഞ്ഞു നിർത്തി ദീപയ്ക്കൊപ്പം പോയ ജയലാൽ എന്ന ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തിയത് നീയല്ലാതെ പിന്നെ നിന്റെ അപ്പനാണോ? എന്താടാ നീ ഒന്നും മിണ്ടാത്തതെന്ന് പറഞ്ഞ് ബിനു കാർത്തിയുടെ തലക്കിട്ട് കൊട്ടുകയാണ്. കാർത്തി പറയുകയാണ്, എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. നിനക്ക് പറ്റിപ്പോകുന്ന അബദ്ധം കൊണ്ട് പല പെൺകുട്ടികൾക്കും മാനം മര്യാദ ജീവിക്കാൻ പറ്റുന്നില്ല, വെളിച്ചത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. ജഗന്റെ മുഖത്തേക്ക് നോക്കാതെ കാർത്തി പറയുകയാണ്, ഇനി ഞാൻ ആവർത്തിക്കില്ല. ദേഷ്യപ്പെട്ട് കൈ ചൂണ്ടി ജഗൻ പറയുകയാണ്, ഇനി ആവർത്തിക്കരുത്. ഷീബ എന്ന പെൺകുട്ടിയെ നീയൊക്കെ കൊന്നു. അതുപോലെ ഒരുപാട് പെൺകൊച്ചുങ്ങളുടെ ഭാവി നീയും നിന്റെ അപ്പനും കൂടി ഇല്ലാതാക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ പണി നീയൊന്നും ചെയ്യേണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ ചില അവതാരങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നീയൊക്കെ ഓർത്തിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് കൈ ചുരുട്ടി കാർത്തിയുടെ നെഞ്ചത്തേക്ക് വെച്ച ശേഷം ജഗൻ പറയുകയാണ്, ദേ ഇവിടെ നിന്നൊരു അടി കിട്ടിയാൽ സ്പോട്ടില് തീരും നീ. കല്ലുകൊണ്ടാൽ വേദനിക്കുമെന്നും കൈയും കാലും ഒടിയുമെന്നും നിന്റെ അച്ഛനും മനസ്സിലായി കാണുമല്ലോ. സദാനന്ദനെ മുഖം മറച്ചു വന്ന് തല്ലിയത് ഞാൻ തന്നെയാണ്. അത് അപ്പനും മോനും അറിയാമെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഇപ്പോൾ മറച്ചു വെക്കണ്ടെന്ന് കരുതിയത്. ഭാഗ്യലക്ഷ്മി മേഡത്തെയും മക്കളെയും ഇനി മേലാൽ ശല്യം ചെയ്യരുത്. അവരുടെ മേലുള്ള നിന്റെ നോട്ടം തിരിച്ചേക്കണം. അവർക്ക് നീ കാരണം എന്തെങ്കിലും ആപത്തുണ്ടായാൽ പിന്നെ നിനക്കൊന്നും പരോള് കഴിഞ്ഞ് പോകേണ്ടി വരില്ല. പരലോകത്തേക്ക് പോകാം. കാർത്തി പറയുകയാണ്, ഇനി ഞാൻ ആരെയും ശല്യം ചെയ്യില്ല. ഇനി ചോദിക്കുകയാണ്, നിന്റെ മോന്ത കണ്ടാൽ അറിയാമല്ലോ നീ ശല്യം ചെയ്യുമെന്ന്. അത് കേട്ട് ജഗൻ പറയുകയാണ്, ചെയ്യട്ടെടാ. അന്ന് ഇവനെയും ഇവന്റെ അപ്പനെയും കൊണ്ടുള്ള ശല്യം നാട്ടുകാർക്ക് തീരും. മുകളിൽ ആകാശം താഴെ ഭൂമി എന്നൊക്കെ ആൾക്കാര് പറയും. എന്നാൽ ഇതൊരു വെറും പറച്ചിലല്ല. ഞങ്ങൾ അങ്ങനെ നടക്കുന്നവരാണ്. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ള നീ നിന്റെ അപ്പനെ തിരുത്തിയിട്ട് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കണം. അല്ലെങ്കിൽ നാലാളുടെ മുൻപിൽ വെച്ചായിരിക്കും പേ പിടിച്ച നായ്ക്കളെ പോലെ നിന്നെ ഇട്ട് തല്ലിക്കൊല്ലുന്നത്. കേട്ടോടാ, വീട്ടിൽ പോടാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ജഗൻ. എണീക്കടാ പോടാന്നും പറഞ്ഞ് സീറ്റിലേക്ക് പിടിച്ച് തള്ളുകയാണ് കാർത്തിയെ ബിനു. ബിനു പറയുകയാണ്, ചേടാ രണ്ടെണ്ണം പൊടിച്ചു വിടട്ടെ അണ്ണാ. വേണ്ട, അതിനൊക്കെയുള്ള അവസരം വരും. അപ്പോൾ ഞാൻ നിനക്ക് ചാൻസ് തരാം. ജഗൻ കാർത്തിയോട് പറയുകയാണ്, കാരണവർ വീട്ടിലുണ്ടല്ലോ, അയാളോട് പറഞ്ഞേക്ക്. ഇനി തല്ലാൻ വരുമ്പോൾ മുഖം മറച്ച് വരില്ല. നേരിട്ട് വീട്ടിൽ കയറിയായിരിക്കും തല്ലുന്നത്, കേട്ടോടാ. എന്ന് പറയുകയാണ് ജഗൻ.
അതിനുശേഷം വീട്ടിലേക്ക് വരികയാണ് കാർത്തി. ദേഷ്യഭാവത്തിൽ കാർത്തി വന്നിരിക്കുമ്പോൾ സദാനന്ദൻ ചോദിക്കുകയാണ്, പുറത്തു പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അങ്ങനെ തോന്നുന്നല്ലോ മുഖം കണ്ടിട്ട്. ഭാഗ്യലക്ഷ്മിക്കും കുടുംബത്തിനും എന്തെങ്കിലും പോറലേറ്റാൽ അവൻ പിന്നാലെ വരും, ആ ബുള്ളറ്റ് ജഗൻ. കാർത്തി ഇങ്ങനെ പറയുമ്പോൾ സദാനന്ദൻ ചോദിക്കുകയാണ്, അത് ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പോൾ എന്താ ഉണ്ടായത്? സമൂഹ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരുത്തിയുണ്ടല്ലോ, ഭാഗ്യലക്ഷ്മിയുടെ മൂത്ത മകൾ. അവളെയും അവളെ കെട്ടാൻ പോകുന്നവനെയും വഴിയിൽ ഞാനൊന്ന് തടഞ്ഞു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വിരട്ടി. കല്യാണം കഴിക്കാൻ പോകുന്നവനോട് അവൻ പിന്തിരിഞ്ഞു പോകാൻ വേണ്ടി തന്നെയാണ് സംസാരിച്ചത്. ഇത് രാവിലെ നടന്ന സംഭവമാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ അവൻ ഒരു കൂട്ടുകാരനെയും കൂട്ടി എന്നെ വഴിയിൽ തടഞ്ഞു. എന്നിട്ട് കൈവച്ചു എന്ന് ചോദിക്കുകയാണ് സദാനന്ദൻ. ഭാഗ്യത്തിന് കൈവച്ചില്ല, കൂടെ ഉണ്ടായിരുന്നവൻ കൈവയ്ക്കാൻ വന്നതാണ്. പക്ഷെ ബുള്ളറ്റ് തടഞ്ഞു. സദാനന്ദൻ ആശ്വസിക്കുകയാണ്, അത് ഭാഗ്യം. താക്കീതും തന്നാണ് വിട്ടത്. നമ്മളൊക്കെ അങ്ങ് ചെറുതായി പോകുന്നത് പോലെ തോന്നുകയാണ് അച്ഛാ. സദാനന്ദൻ പറയുകയാണ്, നമ്മുടെ ശത്രു ബുള്ളറ്റ് ജഗനല്ല, ഭാഗ്യലക്ഷ്മിയും അവളുടെ മക്കളുമാണ്. മൂത്ത മകളുടെ കല്യാണം നടക്കാൻ പാടില്ല. എന്റെ ഒരേ ഒരു മോനാണ് നീ. നിന്നെ ജയിലിൽ കിടത്തി അങ്ങനെയുള്ള അവളുടെ മക്കൾ സുഖിച്ച് ജീവിക്കേണ്ട. നീ ജയിലിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇന്ന് ഭാഗ്യത്തിന്റെ മൂത്ത മകൾക്കൊപ്പം കണ്ട അവൻ പിന്തിരിഞ്ഞു പോയില്ലെങ്കിൽ അവനെ പിന്തിരിപ്പിക്കണം. കാർത്തി പറയുകയാണ്, അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ നമുക്ക് കൂട്ടായി ഒരാൾ കൂടിയുണ്ട്, അവൾ ആ മിടുക്കി രചന. ഷീബ എന്ന പെൺകുട്ടിയെ നീ നിന്റെ കൂട്ടുകാരും കൂടി മൃഗീയമായി കൊലപ്പെടുത്തി. അതുപോലെ ഒരുപാട് സാധു പെൺകുട്ടികളുടെ ശാപം നീ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഭാഗ്യത്തിന്റെ ഇളയ മോളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? ദിയ എന്ന് കാർത്തി പറയുകയാണ്. അവളെ പോലുള്ളവൾമാരെയാണ് അരിഞ്ഞു തള്ളേണ്ടത്. ബുള്ളറ്റ് ജഗനാണ് അവളുടെ ബലം. അവനെ കണ്ടിട്ടാണ് അവൾ കിടന്ന് അഹങ്കരിക്കുന്നത്. സദാനന്ദൻ പറയുകയാണ്, അല്ലെങ്കിലും ഭാഗ്യലക്ഷ്മിയുടെ ഇളയ മോള് കുറച്ച് പ്രശ്നമാണെന്ന് അവളുടെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കൊപ്പം നിന്ന് അയാളെ മുൾമുനയിൽ നിർത്തുന്നത് അവളാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഇരട്ടിയായിട്ടാണ് അവൾ വളർന്നു വരുന്നത്. വക്കീലാവാൻ ആണത്രേ അവളുടെ പ്ലാൻ. ഇത്തരക്കാരൊക്കെ വക്കീലായാലേ നമ്മളെ പോലെയുള്ളവർക്കാണ് ദോഷം ചെയ്യുന്നത്. കേവലം ഒരു വില്ലേജ് ഓഫീസർ മാത്രമായിരുന്നിട്ട് അവളുടെ അമ്മ നമുക്കുണ്ടാക്കിയ നഷ്ടം എത്രയാണെന്ന് നിനക്കറിയാമല്ലോ. കാർത്തി പറയുകയാണ്, അവളെ വളരാൻ ഞാൻ സമ്മതിക്കില്ല അച്ഛാ. അതുപോലെ തന്നെ അവളുടെ ചേച്ചിയുടെ കല്യാണവും നടക്കാൻ പോകുന്നില്ല. സദാനന്ദൻ പറയുകയാണ്, പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ 4-5 പേരെ കൂടെ കൂട്ടിക്കോ. ശത്രു കരുത്തനാണെങ്കിൽ നമ്മൾ കരുതി നടന്നേ പറ്റൂ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ലച്ച. കൂടെ കൂട്ടിയാൽ അവന്മാർക്കും തല്ലുകൊള്ളും. അതെനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. പിന്നീട് വീട്ടിലേക്ക് വരികയാണ് ദിയ. അകത്തേക്ക് കയറുമ്പോൾ വിജയകുമാർ പറയുകയാണ്, നിക്കടി അവിടെ. കുറെ നാളായിട്ട് ഞാൻ അറിയുന്നുണ്ട് നിന്റെ നടപ്പ്. എന്താ നിനക്ക് ബുള്ളറ്റ് ജഗനുമായിട്ടുള്ള അടുപ്പം? എനിക്കൊരു ബന്ധവുമില്ല. വിജയകുമാർ ദേഷ്യപ്പെടുകയാണ്. കള്ളം പറഞ്ഞാൽ നിന്റെ ചെവിക്കലടിച്ച് ഞാൻ പൊട്ടിക്കും. പൊട്ടിച്ചോ? അച്ഛനായതുകൊണ്ട് ഞാൻ പ്രതികരിക്കില്ല. തല്ല് തന്ന് കൊതി തീരുമ്പോൾ നിർത്തിയാൽ മതി. നീ അല്ലെങ്കിൽ തന്നെ നിന്റെ അമ്മയ്ക്ക് കൈയും കാലും വെച്ചവളല്ലേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അച്ഛനിപ്പോ എന്താ വേണ്ടത്? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. നാട് മുഴുവൻ ഭയക്കുന്ന, നിയമത്തിന് പോലും പേടിയായിട്ടുള്ള ഒരുത്തനുമായിട്ട് നീ എങ്ങനെ അടുത്തു എന്നാണ് എന്റെ ചോദ്യം. സാമൂഹ്യ വിരുദ്ധരായ ചിലർ എന്നെ ആക്രമിച്ചപ്പോൾ തന്റെ ഇടത്തോടെ വന്ന് അവരെ തല്ലി ഒതുക്കിയിട്ട് എന്റെ മാനം പോകാതെ എന്നെ രക്ഷിച്ച ആളാണ് ബുള്ളറ്റ് ജഗൻ. അതാണ് എനിക്ക് അയാളോടുള്ള അടുപ്പം. അന്നേരം അവിടേക്ക് വന്ന ഭാഗ്യലക്ഷ്മിയോട് വിജയകുമാർ പറയുകയാണ്, കേട്ടല്ലോ, ബുള്ളറ്റ് ജഗനുമായിട്ട് മോൾക്കുള്ള അടുപ്പമാണ് ഇപ്പോൾ വിവരിച്ചത്. എന്നാൽ ഈ പറഞ്ഞവൻ കരുത്തനാണ്. ഭയന്നിട്ടാണ് അവന് വഴിമാറി നടക്കുന്നത്. എങ്കിലും ഒരു ദിവസം ആരുടെയെങ്കിലും കത്തിമുനയിൽ അവൻ കിടന്ന് പുളയുന്നത് കാണാം. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.